ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പിക്കണമെന്ന സഭാ നേതൃത്വത്തിന്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതിനാൽ മാതാനഗർ, പാലാരിവട്ടം, തൃപ്പൂണിത്തറ ഫൊറോന എന്നീ പള്ളികളിലെ വിശ്വാസികൾ കഴിഞ്ഞ ജനുവരി അവസാനം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച കേസുകളിൽ ഏകീകൃത വിശുദ്ധ കുർബാനയല്ലാത്ത മറ്റു രീതിയിലുള്ള കുർബാന അർപ്പണം തടഞ്ഞുകൊണ്ട് ഉത്തരവായിരുന്നു. പക്ഷെ അതിനുശേഷം സഭാ നേതൃത്വം തുടർ നടപടികൾ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വിശ്വാസികൾ കോടതിയെ സമീപിച്ചപ്പോൾ ഈ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് യോഗ്യരായ വൈദികരെ നിയമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കോടതി വീണ്ടും വിധി പുറപ്പെടുവിച്ചു. ഈ വിധിന്യായങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപ്പോസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും മേജർ ആർച്ച് ബിഷപ്പിനും യഥാസമയം നൽകിയിട്ടും അന്ന് നിലവിലുണ്ടായിരുന്ന ക്യൂരിയ ഒരു നടപടിയും സ്വീകരിച്ചില്ല. കേസ് കൊടുത്ത പള്ളികളിലെ വിശ്വാസികൾ അടങ്ങിയിരുന്നില്ല. അവർ വീണ്ടും പുതുതായി നിലവിൽ വന്ന ക്യൂരിയയെ സമീപിക്കുകയും നിലവിലുള്ള വൈദികർ ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ വിസമ്മതം ക്യൂരിയയെ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് 3 പള്ളികളിലും ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. പുതിയ അഡ്മിനിസ്ട്രേറ്റർമാർ ചുമതല ഏറ്റെടുക്കണമെന്നും ഇവർക്ക് ചുമതല കൈമാറണമെന്നും വ്യക്തമായി തന്നെ നിഷ്കർഷിച്ചിരിക്കുന്ന ക്യൂരിയയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ 3 പള്ളികളിലും അഡ്മിനിസ്ട്രേറ്റർമാരെ വികാരിമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഈ ധിക്കാരവും അനുസരണക്കേടും കാണിച്ചത് കൊണ്ടാണ് വൈദികർക്കെതിരെ കുർബാന വിലക്കുൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചത്. തീവ്രവാദം ഒന്നിനും ഒരു പരിഹാരമല്ല. വിമതർ തങ്ങളുടെ നിലപാടിന്റെ പിശകും ഒരു കത്തോലിക്കനായി ഒപ്പം സിറോ മലബാർ സഭക്കാരനായി ജീവിക്കുമ്പോൾ താൻ എങ്ങനെ ആയിരിക്കണമെന്നും ഉൾക്കൊള്ളാൻ സാധിക്കാതെ അധപ്പതിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഇനി അത്തരക്കാരെ പറഞ്ഞു നന്നാക്കാനോ ഒന്നും സാധ്യവുമല്ല. കാരണം അവർ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ധിക്കാരം പ്രവർത്തിക്കുന്നത് തന്നെയാണ്. എന്നാൽ കുറച്ചു പേർ കാര്യം അറിയാതെ അഥവാ കഥ അറിയാതെ ആട്ടം നടത്തുകയാണ്. അനുകൂലികൾ ആയ വിശ്വാസി വിഭാഗത്തിൽപ്പെട്ടവർ തീവ്രവാദികളായി മാറുമ്പോൾ സഭ ഒരു നടപടി നടപ്പാക്കുമ്പോൾ എതിരാളിയെ പോലെയല്ല പെരുമാറുന്നത്. ധാരാളം കാര്യങ്ങൾ അധികാരികൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സഭാ നേതൃത്വം ആരംഭത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നീട് അത് തിരുത്താൻ ശ്രമം നടക്കുമ്പോൾ പലവിധമായ കാര്യങ്ങൾ നോക്കേണ്ടതായി വരും. കത്തോലിക്ക സഭയുടെ ചട്ടങ്ങൾ നോക്കണം, ഒപ്പം രാജ്യത്തെ സിവിൽ നിയമങ്ങളും നോക്കേണ്ടതായി വരും. കോടതി എന്നത് ഇന്ന് ഭൂരിപക്ഷം പേർക്ക് പ്രാപ്യമാണ്. എല്ലാത്തിലും കോടതി ഇടപെടുകയും ചെയ്യും. യാതൊരുവിധ മാന്യതയും ഇല്ലാതെ എല്ലാ സീമകളും വിമതർ ലംഘിച്ചു നിൽക്കുന്ന നിലവിലെ ഘട്ടത്തിൽ സഭാ നേതൃത്വത്തിന് പലപ്പോഴും തീരുമാനമെടുക്കാൻ പലവിധ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും. മറുവശത്ത് ബലപ്രയോഗം കൊണ്ടോ ഭീഷണി കൊണ്ടോ ഏതു വിധമായാലും കുറേയധികം പുരോഹിതന്മാർ ഇപ്രകാരം വിരുദ്ധമായി നിൽക്കുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. 1-2 പേരോ അൽമായരുടെ പേരിലോ ആണ് നടപടി എടുക്കേണ്ടതെങ്കിൽ കാര്യം എളുപ്പമാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു കൂട്ടം വൈദികർക്കെതിരെയും അൽമായർക്കെതിരെയും നടപടിയെടുക്കണം.